അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് PSC ഒക്കെ പഠിക്കുന്നവരോടൊക്കെ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് വിധിച്ചിട്ടുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ 1-2 SSC എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ അവരെന്നെ റിജക്ട് ചെയ്തു. This is such a happy occasion for us. നമ്മുടെ കൂടെയുള്ളത് ആര്യ വാമനൻ, ഐലേണിൻ്റെ സ്വന്തം അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആര്യ is all India rank 557 and beyond all that, Arya is a first attempter who has cracked UPSC Civil Service in her very first go. She's a very special person. Before I go into the interview and everything, ആദ്യം പറയുന്ന ഒരു കാര്യം, ആര്യ ഞാൻ 2 ദിവസം മുമ്പ് കാണുകയാണ്. അപ്പം തൊട്ട് ഇപ്പം വരെ ഫുൾ ടൈം ചിരിച്ച് ഒരു റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് ആ റൂം മൊത്തം ഒരുമാതിരി മറ്റേ വെളിച്ചം പകർത്തുന്ന ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. I am very excited for this conversation because I am sure ഭയങ്കര കാര്യങ്ങളും ഒത്തിരി സ്റ്റോറീസും ഒക്കെ ആര്യക്ക് ഷെയർ ചെയ്യാനുണ്ടാവും എന്നുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് ആസ്കിങ് ആര്യ സർട്ടൻ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ആര്യ, കൺഗ്രാറ്റുലേഷൻസ്. Thank you, ma'am. Thank you so much. And how do you feel now? ഇത് ഭയങ്കര ഓവർ റേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. ബട്ട് ഐ വോണ്ട് ടു നോ, ലൈക്ക് സന്തോഷമായിരിക്കും എന്ന് അറിയാം, പക്ഷെ എല്ലാം ഒന്ന് സിങ്ക് ഇൻ ചെയ്തോ ഇപ്പോൾ വന്നതൊക്കെ? ഞാനിങ്ങനെ പ്രോസസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഹാപ്പിനെസ് ഉണ്ട്. പെട്ടെന്ന് ഒരു മൊമെന്റിൽ, ഐ മീൻ 2 വർഷത്തിനിപ്പുറം എൻ്റെ ഫോൺസിൽ കോൾ വരിക എന്ന് പറഞ്ഞാൽ അമ്മയുടെയും ബ്രദറിൻ്റെയും വളരെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെയും കോൾസ് മാത്രമായിരുന്നു. അത് മാറി എനിക്ക് ഒരു ഔട്ട് ഗോയിങ് കോൾ ചെയ്യാൻ പറ്റാത്തത്രയും മാത്രം ഫോൺ ബിസി ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒറ്റൊരു ദിവസത്തിൽ റൊട്ടീൻ, എല്ലാം നമ്മുടെ റൊട്ടീൻ ചേഞ്ച് ആവുക എന്ന് പറയുന്നത് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് വരുന്നേ. ഫീലിംഗ് സോ ഹാപ്പി, റിലീഫ് ഉണ്ട്. ബട്ട് എന്നാലും കുഴപ്പമില്ല, ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ആയി പോകുന്നു, അഡാപ്റ്റ് ആയി പോകുന്നു. അഡ്ജസ്റ്റിനപ്പുറം അഡാപ്റ്റ് ആയി പോകുന്നു എന്ന് തന്നെ പറയാം. നൈസ്. ഐ തിങ്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഇത് മൊത്തത്തിലൊന്ന് ഉള്ളിലേക്ക് വന്ന് തന്നെ. ഇന്നലെ വേറൊരു കുട്ടി പറഞ്ഞതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് PDF എടുത്ത് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ പേര് തന്നെയല്ലേ എന്നുള്ളത്. അപ്പോൾ ഐ ഗെസ് ഇറ്റ്സ് എ വെരി, കാരണം നമ്മൾ ഇത്രയും വർക്ക് ഇട്ടിട്ടുള്ള ഒരു സാധനത്തിൻ്റെ അകത്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ലോട്ട് ഓഫ് ടൈംസ് UPSC പ്രോസസ്സ് തന്നെ അത്രയും വലുതായതുകൊണ്ട് ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ പ്രോസസ്സ് ഓക്കെ, ഇൻ്റർവ്യൂ വരെ മാത്രമേ ചിന്തിച്ച് കാണുള്ളൂ, അത് കഴിഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ എന്ത് എന്നുള്ളത് ചിലവർ ചിന്തിച്ച് കാണില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ വേറെ 1-2 പേഴ്സണൽ ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരും എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി അറ്റ് പീക്കിലായിരുന്നു. ആൻസൈറ്റി അറ്റ് പീക്കിലാവുമ്പം എന്റെ മെയിൻസ് പെർഫോമൻസ് ഒക്കെ വെച്ച് ഞാൻ എപ്പോഴും നെഗറ്റീവ് സൈഡ്, അപ്പുറത്തെ സൈഡ്, വാട്ട് ഇഫ് മൈ നെയിം ഈസ് നോട്ട് ഇൻ ദ ലിസ്റ്റ് എന്നുള്ള സൈഡിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാൻ ട്രിപ്പിന്റെ ഐറ്റിനറി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരി, ഓക്കെ ഓക്കെ. എവിടത്തേക്കായിരുന്നു പോവാൻ? ഞാൻ തഞ്ചാവൂർ ട്രിപ്പിന്റെ ഐറ്റിനറി ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് ഞാനിങ്ങനെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്റെ പേരില്ലെങ്കിൽ ഞാൻ തഞ്ചാവൂര് പോയിട്ട് കുറച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ ഇനിയിപ്പോ ഐ തിങ്ക് again now you can go but full മറ്റേ I think with a sense of thankfulness and maybe like that thankfulness ഒക്കെ ആയിട്ട് പോണം, സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ഇത് എപ്പോഴാ, when did you have this idea that okay civil service കൊള്ളാലോ, ഇതൊന്ന് ചെയ്തു നോക്കിയാലോ എന്നുള്ളൊരു ഐഡിയ എപ്പോ വന്നതാണ്? അത് കറക്റ്റ് മാം പറഞ്ഞ പോലെയാണ്. അതായത് എൻ്റെ ഒരു 4ാം ക്ലാസ്സിന്റെ ബുക്കിന്റെ ഒക്കെ ബാക്കിൽ എയിം എന്താന്ന് നമ്മളിങ്ങനെ പ്രൊഫൈലൊക്കെ പോലെ, ഞാൻ CBSE സ്കൂളിലാണ് UKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. വിദ്യജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ് സ്കൂളിന്റെ പേര്. കിളിമാനൂരുള്ള ഒരു സ്കൂളാണ്, വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ നമ്മളോട് ചോദിക്കുമല്ലോ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ, എയിം എന്താ. അപ്പൊ എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആർമി പോലീസ് ഒക്കെ പറയുമ്പോൾ അതൊന്നും എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ടീച്ചർ, ഇപ്പം ഫീമെയിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒത്തിരിയും ടീച്ചർ ആയിരിക്കും പറയുക. അപ്പം അതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സിവിൽ സർവീസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് എനിക്ക് എവിടുന്ന് ഒരു സ്പാർക്ക് കിട്ടി എന്നുള്ള കാര്യം അറിയില്ല. വീട്ടില് പത്രം വായിക്കുമായിരുന്നു, ചെറുതിലെ തൊട്ടേ പത്രം കണ്ടിന്യൂസ് വായിക്കുന്നില്ല, എന്നാലും പത്രം നോക്കുമായിരുന്നു. അപ്പം അതില് പഠിപ്പുര എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയുടെ ഒരു സപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ സ്ഥിരം നോക്കിയിട്ട് എടുത്തു വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടം പഠിക്കുമ്പോ ഒന്നും ഫോൺ ഇത്ര പോപ്പുലർ അല്ല. നമുക്കുള്ളൊരു എന്റർടൈൻമെന്റ് സോഴ്സ് TV മാത്രമാണ്. അതും TV കാണുന്നത് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യവുമല്ലായിരുന്നു. അപ്പം
പഠിപ്പുര ഞാൻ ഒത്തിരി നോക്കി കളക്ട് ചെയ്തെടുത്ത് അന്നൊക്കെ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നതൊക്കെ അതിന്ന് പിക്ചേഴ്സ് ഒക്കെ വെട്ടിയെടുത്തിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു പേർപ്പസിനായിട്ട് എനിക്ക് സ്ക്രാപ്പ് ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പഠിപ്പുര കളക്ട് ചെയ്ത് വെക്കും. അപ്പൊ അതിലിങ്ങനെ ഒത്തിരി ഓരോ വർഷവും റാങ്ക് വരുമ്പോഴും ഒക്കെ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോലെ വരും. അപ്പൊ അങ്ങനെ എങ്ങനെയോ മനസ്സിൽ വന്നതാണ് 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്. എന്റെ സിവിൽ സർവീസ് ഡ്രീം സ്റ്റാർട്ടഡ് വെൻ ഐ വാസ് ഇൻ 8th സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ദെൻ ബട്ട് ഞാൻ ആരോട് പറയുമ്പോഴും അവർ വിചാരിക്കും വാട്ട് സ്കൂളിലൊക്കെ എങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികൾക്ക് ഇതാവാന്ന്. പക്ഷെ നൗ ഐ ഫീൽ വാലിഡേറ്റഡ്. 4ാം ക്ലാസ്സിൽ ഒരു സാധനം തോന്നുക പറയുന്നത്. 4ാം ക്ലാസ്സിൽ അപ്പൊ ഒരു 9 വയസ്സ് 10 വയസ്സ് ഞാനിപ്പോ വളരെ താങ്ക്ഫുൾ ആണ് ആ ഒരു 10 വയസ്സായിട്ടുള്ള എന്റെ ഒരു യങ്ങർ സെൽഫിനോട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തത് ഫൈനലി ദ ഡ്രീം ഓഫ് എ 10-year-old ഹാസ് കം ട്രൂ, ഹാസ് കം ഇൻ ടു റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ബ്രേക്കിംഗ് സാധനമായിരുന്നു. പിന്നെ 8th ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചത്. കിളിമാനൂർ ഗവൺമെന്റ് സ്കൂളിലാണ് പിന്നെ പഠിച്ചത്. അപ്പോൾ കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ 8th തൊട്ട് 10th വരെ അവിടെയാണ്. അവിടെ ചെല്ലുമ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെഷൻ അങ്ങനെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഒക്കെ പോലെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ എയിം ഒക്കെ നമ്മളോട് ചോദിക്കുമല്ലോ ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പോഴും ഞാൻ ഇങ്ങനെ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ it feels nice. It feels nice. And everyone's like, oh, എന്താണ് കൊള്ളാലോ, ഇവർക്ക് വേറെന്തോ നമ്മളൊന്നും അല്ലാത്ത എന്തോ സാധനം എന്നുള്ളത്. അപ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ IPS ഒക്കെ എയിം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്റെ ജീവിതത്തിലെ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നതായിരിക്കും. പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് അത് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. 10th കഴിയുമ്പോൾ എനിക്കൊരു 15 years 15-16 വയസ്സാണുള്ളത്. അപ്പോ അന്ന് എനിക്ക് സയൻസ് പഠിക്കാൻ തീരെ താല്പര്യമില്ല. അതാണ് ഇതാര് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കാര്യം പറയാൻ വേണ്ടി പോകുന്നത് ഇസ് ഗോയിങ് ടു ബി, ഐ എം പ്രിറ്റി ഷുവർ ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര വഴികാട്ടിയാവാൻ പോകുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് സിവിൽ സർവീസ് എക്സാമിന് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളെന്തോ വലിയ കൊമ്പത്തെ കോളേജിൽ നിന്ന് ഡിഗ്രി ഒക്കെ എടുത്ത് എന്താ പറയുക അവിടുത്തെ റാങ്ക് ഹോൾഡറായി IIT IIM NIT അങ്ങനെ നമുക്ക് കേൾക്കുന്നത്. ഐ മീൻ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഓക്കെ ഇവർ ഏതോ വലിയ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെന്നുള്ള ഒരു ഉള്ള കോളേജസ്, ആ കോളേജസ് പഠിക്കണം. പോട്ടെ, പഠിക്കുന്നത് ഇസ് വൺ തിങ്. സയൻസ് ആയിരിക്കണം, സയൻസ് ബയോ മാത്സ് ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. ഇനി ഇതും പോട്ടെ, അതൊന്നും അല്ലെങ്കിൽ ഓക്കെ വാ തുറക്കുമ്പോൾ തന്നെ മറ്റേ നിർഗളമായി ഇംഗ്ലീഷ് അങ്ങ് പുറപ്പെടുവിക്കണം. ഇതൊക്കെ വന്നാൽ മാത്രമേ ഓക്കെ ഈ എക്സാമിലേക്ക് നമുക്കൊരു എൻട്രി എങ്കിലും കിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് അത്. ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു ആസ്ക്, എനിക്കറിയാം അത് തെറ്റിദ്ധാരണയാണെന്ന്, ബിക്കോസ് ഐ ഹാവ് സീൻ സ്റ്റുഡൻസ്. ഐ വിഷ് they heard it from someone who's in that. അപ്പോൾ ഇനി ആര്യ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളിൽ I would really like to hear that from you, and I think that our people also would like to hear the fact that അങ്ങനെയാണോ, ഇതൊക്കെയാണോ വേണ്ടേ സിവിൽ സർവീസിന്? ഇല്ല, അതൊന്നും അല്ല. ഈ പറഞ്ഞ ഒരു ക്വാളിറ്റീസും എനിക്കില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫീച്ചേഴ്സും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വളരെ സാധാരണയായിട്ടുള്ള ഒരു നാട്ടിൻപുറത്തു നിന്നാണ് വരുന്നത്. കിളിമാനൂർ കുറച്ചെങ്കിലും ഒരു ടൗൺ കൈൻഡ് ഓഫ് സ്ഥലമാണ്. പക്ഷെ എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാട്ടിൻപുറം സ്ഥലമാണ്. പച്ചപ്പും ഹരിതാപയൊക്കെ അധികം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം അവിടെയൊക്കെ എല്ലാവർക്കും അറിയുന്നത് 10th ഫുൾ A+ ഉണ്ടെങ്കിൽ സയൻസ്, ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊഫഷൻസ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അഥവാ ഞാൻ ഹ്യൂമാനിറ്റീസ് ഡിസൈഡ് ചെയ്തപ്പോഴും പറയുന്നത് എങ്കിൽ പിന്നെ ലോയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എനിക്ക് ലോയർ പ്രൊഫഷൻ എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ഞാനൊരു കരിയർ പാത്തായിട്ട് എടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അന്ന് 4ാം ക്ലാസ്സിൽ വന്ന സ്വപ്നത്തിന് ഇപ്പുറം ഞാൻ വേറൊന്നും തന്നെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊരു കരിയർ ഉണ്ടെങ്കിൽ അത് സിവിൽ സർവീസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഞാനൊരു പ്ലാൻ B പ്ലാൻ C ഒന്നും തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നൊന്നും ഈ എക്സാമിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയില്ല. പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ 3 സ്റ്റേജ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, അതിന് പഠിക്കാൻ പറ്റും, വലിയ സിലബസ് ആണ്. പിന്നെ സൂര്യന് താഴെയുള്ള എല്ലാം പഠിക്കണം, അതൊക്കെ മിത്സ് ആണ്, അതൊന്നുമില്ല. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്, അത് പഠിച്ചാൽ മതി. അപ്പം ഇതാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ എക്സാമിനെ കുറിച്ച് എനിക്ക് അന്നുണ്ടായിരുന്നു. 10th കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഐഡിയ. അപ്പം പിന്നെ മാത്രമല്ല എനിക്ക് ഫിസിക്സും മാത്സും ഒക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാര്യമായിരുന്നു. 10th ഞാൻ മാത്സ് ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിച്ചത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഹ്യൂമാനിറ്റീസ് എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ പാരൻസും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നല്ല, അച്ഛനും അമ്മയും എൻ്റെ കൂടെ നല്ലപോലെ നിന്നിട്ടുണ്ട്. പക്ഷേ അവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ഒരു അപ്രഹെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പം വേറെ കാര്യം പ്രൊഫഷണൽ കോഴ്സിലോട്ടൊന്നും പോകാൻ പറ്റില്ല മഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ. സാധാരണ പൊതുവിൽ മെയിൻ സ്ട്രീമിലുള്ള പ്രൊഫഷണൽ കോഴ്സിലോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം 2026 ആണ്, 10 years ബാക്ക് 2016 ഞാൻ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് അന്ന് ഞാൻ എടുത്ത ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ചുറ്റിനുള്ള ആൾക്കാർ, ഒരാൾ പോലും എൻ്റെ പാരൻസ് അല്ലാതെ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സിവിൽ സർവീസ് ജേണി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ കാണിച്ച ആ ഒരു ചോയ്സിനെ ആരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് സയൻസ് എടുത്താൽ പോരായിരുന്നോ, +2 കഴിഞ്ഞിട്ടും എന്നോട് ഇനി എൻട്രൻസിന് പോകുന്നില്ല എന്ന് ചോദിച്ച വ്യക്തികളുണ്ടായിരുന്നു. അപ്പൊ അവരാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ബട്ട് എൻ്റെ ഒരു ഡിസിഷനെ അന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഡിസിഷൻ ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്, എനിക്ക് എൻ്റെ മനസ്സമാധാനമായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് ചൂസ് ചെയ്തത്. അപ്പം +1 +2 ഞാൻ വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സൊക്കെയും വീണ്ടും ഫസ്റ്റ് ക്ലാസ്സിൽ ആംബിഷൻ ചോദിക്കുമ്പോൾ ഫുൾ A+ വാങ്ങിയിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ആ ക്ലാസ്സിൽ ചെല്ലുന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ എല്ലാ ടീച്ചേഴ്സും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ഒരു നാൾ അവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ. അപ്പം സ്കൂൾ നല്ല മെമ്മറീസ് ആയിരുന്നു വെഞ്ഞാറമൂട് സ്കൂളിലുണ്ടായിരുന്നത്. ഫ്രണ്ട്സും ഒക്കെയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എവിടെയോ പറഞ്ഞിട്ട് അതായത് സോ ഫ്രം വാട്ട് യു ഹവ് സെഡ്, യുവർ ബാക്ക്ഗ്രൗണ്ട് ഡസൻറ്റ് മാറ്റർ, സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഡസൻറ്റ് മാറ്റർ. ആൻഡ് പലരും നമ്മളതങ്ങനെ പറയുമ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുന്നതിൻ്റെ ഒരു റീസൺസ് അവർക്ക് എക്സാം അറിയാത്തതുകൊണ്ടാണ്. സോ ഐ മേ ബി കമ്മിങ് ഫ്രം യു, വാട്ട് ദേ വുഡ് വോണ്ട് ടു മേ ബി നോ ഇസ്, ഓക്കെ, സയൻസ് എടുത്താൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, ഹ്യൂമാനിറ്റീസ് എടുത്താൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അല്ല, അത് നമുക്ക് ആദ്യം നോക്കാം. അങ്ങനെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? ഹ്യൂമാനിറ്റീസ് എടുത്തോണ്ട് ഡിഡ് യു ഹാവ് എൻ അഡ്വാൻറ്റേജ് വെൻ ഇറ്റ് കം ടു certain subjects? എനിക്കിങ്ങനെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ ചെയ്തത് എല്ലാം പൊളിറ്റിക്കൽ സയൻസിലാണ്. അപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തത് ഭയങ്കര ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ NCERTs ആണ് പഠിക്കുന്നത്, UPSCക്കും നമ്മൾ NCERTs ബേസ്ഡ് ടെക്സ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ തന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും നിങ്ങൾ ഏത് സ്ട്രീം 12th എടുത്താലും അത് ഒരിക്കലും മാറ്റർ ചെയ്യുന്നില്ല. UPSCയുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 21 years കംപ്ലീറ്റ് ആവുക, എനി ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നുള്ളത് മാത്രമാണ്. ബാക്കി അതിന് മുന്നേ നമ്മൾ എന്ത് പഠിച്ചില്ല എന്നുള്ളതൊന്നും, ഇൻഫാക്ട് ആ ഗ്രാജുവേറ്റ് ഡിഗ്രിന്റെ മാർക്ക് പോലും ഇമ്പോർട്ടന്റ് അല്ല. They just want you to pass that graduate degree and അതിന് വന്ന് ഇരിക്കുക എന്നുള്ളത്. വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് മേജർ ക്വസ്റ്റ്യൻ? ഇത് ഞാൻ ഒത്തിരി കുട്ടികളുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന ടൈമിലാണെങ്കിലും, ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് മറ്റേ ഇംഗ്ലീഷിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് ഫോർ ദിസ് എക്സാം? ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് മറ്റേ നമ്മൾ ശശി തരൂരിനെ പോലെയൊക്കെ സംസാരിച്ചാലാണ് ഈ പരീക്ഷ പാസ്സാവുക. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ സംസാരിക്കാൻ എനിക്കും അറിയില്ല. ബേസിക് ഒരു ഇംഗ്ലീഷ് നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുക, അത്ര ഒരു ബേസിക് ഇംഗ്ലീഷ് മതി. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാകുക എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷിൽ എക്സാം എഴുതുക, ഇപ്പൊ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഏത് ലാംഗ്വേജിൽ വേണോ എഴുതാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. യെസ് ആൻഡ് ഐ തിങ്ക് ടു ആഡ് ഓൺ ടു ദാറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു essay പേപ്പർ ആണെങ്കിലും നമുക്ക് ഈ ഉള്ള പേപ്പേഴ്സിൻ്റെ അകത്ത് GSൻ്റെ ആൻസേഴ്സ് ആണെങ്കിലും ജനറൽ സ്റ്റഡീസിൻ്റെ ആൻസേഴ്സ് ആണെങ്കിലും UPSC എപ്പോഴും റിവാർഡ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായി എഴുതുന്ന ആൾക്കാരെയാണ്. അല്ലാതെ ഭയങ്കര വലിയ സെൻറ്റൻസസോ കുറേ ജാർഗണോ കൊണ്ടുവരുന്നവരൊന്നും അല്ല അതിൻ്റെ അകത്ത് റിവാർഡ് ചെയ്യുന്നത്. ഐ തിങ്ക് യുവർ റൈറ്റിംഗ് സ്റ്റൈൽ ഓൾസോ വുഡ് ഹാവ് ബീൻ സംതിങ് സിമിലർ, റൈറ്റ്? സിമ്പിളായിട്ട് എഴുതുന്ന ഒരാളായിരുന്നില്ലേ? ഞാൻ സിമ്പിളായിട്ട് എഴുതുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര കാവ്യാത്മകമായിട്ടൊന്നും എഴുതാൻ അറിയില്ല. ലിറ്ററേച്ചർ സൈഡ് ഞാൻ അത്രയ്ക്കും എഴുതുന്ന ഒരാളല്ല. ഞാൻ അത്ര അധികം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളല്ല. ഞാൻ മലയാളമൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള നോവൽസ് ഒക്കെ മാത്രം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലൊന്നും ഇല്ല. എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതുക, നമുക്ക് എന്താണോ പറയാനുള്ളത് അത് വൃത്തിയായി പറയുക എന്നുള്ളത് മാത്രം. ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് മേജർ ആയിട്ടുള്ള പോയിന്റ്. യെസ്
that is very valid. So I hope a lot of people who are watching this feel that coming from, and again, it's rank 557 and on top of it first attempt. So she has പല ആൾക്കാർ ഒരു 5-6 അറ്റംപ്റ്റ് എടുത്ത് മനസ്സിലാക്കുന്ന കാര്യമാണ്, ആ തിരിച്ചറിവാണ് ആര്യക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. കമ്മിങ് ടു ദറ്റ്, എവിടെ നിന്നാണ് ആ തിരിച്ചറിവ് വന്നത്? ഹൗ ഡിഡ് യു റീച്ച് ടു? കാരണം ഇതൊരു ഫാക്റ്റാണ്, ഒത്തിരി ആൾക്കാർക്ക് ഒരു വർഷമൊക്കെ എടുക്കും ഈ എക്സാം ഒന്ന് മനസ്സിലാക്കി തന്നെ എടുക്കാൻ. അതിനകത്ത് ഒത്തിരി തെറ്റുകൾ നമ്മൾ വരുത്തും, മിസ്ഗൈഡഡ് ആകും, എന്നിട്ട് അതൊരു രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റ് ആകുമ്പോഴത്തേക്കായിരിക്കും ഒന്നൊരു നമ്മളൊരു വാമപ്പായി വരിക ആ പരീക്ഷയ്ക്ക് വേണ്ടി. ബട്ട് ഫോർ യു ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദറ്റ്. യു ഹാവ് എൻറ്റേർഡ്, യു റിട്ടൺ, ഇപ്പോൾ പാസ്സായി. അതെങ്ങനെയാ? അപ്പൊ അത്രയും ക്ലാരിറ്റി എവിടുന്നാ കിട്ടിയത്? ആ ഒരു ക്ലാരിറ്റി വന്നത് എവിടുന്നാന്ന് വെച്ചാല്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെയും എനിക്ക് ബസ്സിലാണ് ഞാൻ പോയി വന്നോണ്ടിരുന്നത്. അപ്പൊ എന്റെ വീട് കിളിമാനൂരാണ്. അപ്പം അവിടുന്ന് രാവിലെ ബസ്സിൽ ഇവിടെ വരെ ട്രിവാൻഡ്രത്ത് പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഒരു 1.5 hour മേലെ ട്രാവൽ ഉണ്ട്. അങ്ങനെ ഫോണിൽ വീഡിയോസ് ഒക്കെ കാണും, ടോപ്പർ സ്റ്റോക്ക് ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇവരെന്താ ചെയ്തേ, അങ്ങനെ ടോപ്പർ സ്റ്റോക്ക് കേട്ടിട്ടുണ്ട്. ദെൻ സിലബസ് ഒക്കെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നോക്കിയിട്ടുണ്ട്, എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലാരിറ്റി ഓഫ് തോട്ട് എവിടുന്ന് വന്നു വെച്ചാൽ, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറയും. ദെൻ പിന്നെ ഞാൻ ഐലാണിൽ PCM ജോയിൻ ചെയ്ത സമയത്ത് ഓറിയന്റേഷൻ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തമായി അവർ പറഞ്ഞു തരും, ഓറിയന്റേഷൻ സെഷനിൽ ഐലാണിന്റെ ഫാക്കൽറ്റീസ് ഒക്കെ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പം അത് മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് വാരി വലിച്ച് പഠിച്ചിട്ടോ ഒരുപാട് വാരി വലിച്ച് വായിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല. അത് കേൾക്കുമ്പോ കുറച്ച് ആൾക്കാർ അത് എഗൈൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യന് താഴെയുള്ള എല്ലാം പഠിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ട് എന്നുള്ളത്. അതുപോലെയുള്ള ഒരു മിഥ്യാധാരണയാണ് നമ്മൾ കുറേ മെറ്റീരിയൽ, കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് പഠിച്ച് അതിനെ മൊത്തം ബൈഹാർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ആക്ച്വലി ഒരു സാധനം എടുത്ത് അതിനെ വീണ്ടും 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 പഠിക്കുകയാണ് വേണ്ടതെന്നുള്ളത്. സോ ഐ തിങ്ക് ആ ക്ലാരിറ്റിയും യു ഹാഡ് ഇൻ യുവർ ഫസ്റ്റ് ഗോ. ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് എന്നെ കൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റത്തേ ഇല്ല. അത് ബൈഹാർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ഞാൻ എഴുതി കുറെ വീട്ടിൽ വരുന്ന നോട്ടീസസിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ റഫായിട്ട് എഴുതി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ആൾക്കാർക്ക് തോന്നും ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ എഴുതി പഠിച്ചെന്ന്. പക്ഷെ അതാണ് സത്യം. ഞാൻ 10th ആ ഒരു സമയം തൊട്ടേ എഴുതിയൊക്കെ പഠിച്ചിട്ടാണ് ഉള്ളത്. എന്നെ കൊണ്ട് കാണാതെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണോ വേണ്ടത് അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് എക്സ്ട്രാ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ എത്രമാത്രം എക്സ്ട്രാ പഠിക്കുന്നതിൽ കാര്യമില്ല, എത്രമാത്രം നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് കാര്യം. പെർട്ടിക്കുലർലി മെയിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു 3 hourൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാം നമുക്ക് അതിൽ എഴുതി തീർക്കാൻ പറ്റില്ല. ആ ഒരു 3 hour 20 questions സർവൈവൽ സ്കില്ലാണ് ആക്ച്വലി. മെയിൻസ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ. ഐ തിങ്ക് നോളജിനെക്കാട്ടിലും ഉപരി നമ്മൾ എങ്ങനെ ആ ഒരു 3 മണിക്കൂറിൽ നമ്മുടെ തോട്ട്സ് എല്ലാം കൂടെ കണ്ടെയ്ൻ ചെയ്ത് അവിടെ പേപ്പറിൽ എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റും കൂടിയാണ്. കാരണം സിവിൽ സർവൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും യു ഭയങ്കര ഹൈ സ്ട്രെസ് എൻവയോൺമെന്റിലായിരിക്കും ഡിസിഷൻസ് എടുക്കേണ്ടി വരിക, എന്താ പറയുക, ഉത്തരങ്ങൾ പറയേണ്ടി വരിക, സാധനങ്ങൾ വായിച്ച് സൈൻ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റിലായിരിക്കും ചെയ്യുക. അപ്പൊ ആ ഒരു സാധനത്തിന്റെ സിമുലേഷൻ ആണെന്ന് തോന്നുന്നു നമ്മുടെ മെയിൻസ് എക്സാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? മെയിൻസ് എക്സാം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മെയിൻസ് കഴിഞ്ഞപ്പോ എന്റെ കയ്യിലൊക്കെ നല്ല അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഫിസിക്കലിയും നമ്മളെ മെന്റലി ഒക്കെ അത്രയും ടയറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സിംസ് പോലെ അല്ല. ആൻഡ് കമ്മിങ് ടു ദ ഫാക്ട് ദറ്റ്, സോ നേരത്തെ ഇപ്പോൾ ഓറിയന്റേഷൻ ക്ലാസ്സസിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഓറിയന്റേഷൻ ക്ലാസ്സസും, അതായത് നമുക്ക് ആദ്യം ഒരു ഡയറക്ഷൻ തരും. പലപ്പോഴായിട്ട് കുട്ടികൾക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും അവരെവിടുന്നെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടും, അവരതിൻ്റെ പുറത്ത് വർക്കും ചെയ്ത് തുടങ്ങും. പക്ഷെ കോൺസ്റ്റൻ്റ്ലി ആ പ്രോസസ്സിൽ അവരുടെ ഒരു കൈ പിടിച്ച് അവരെ കൊണ്ട് നടത്താൻ വേണ്ടി അവർക്ക് ആൾക്കാരുണ്ടാവില്ല. ഇപ്പോൾ പലർക്കും UPSCയിൽ ഗോഡ് ഫാദേഴ്സോ അങ്ങനെ ആരും ഇല്ല ഈ പരീക്ഷയ്ക്ക് വരുന്നത്. ഐ മീൻ ചിലവർക്ക് ഉണ്ടാവും, ദ വെരി വെൽ, ഐ എം വെരി ഹാപ്പി ഫോർ ദം ഓൾസോ. ബട്ട് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്കും അങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പോഴാണ്
അപ്പോഴേ എന്താ, ഹൗ ഡിഡ് യു ഗോ ത്രൂ ദാറ്റ് പ്രോസസ്? ബിക്കോസ് ആരെങ്കിലും ഒരാൾ വേണ്ടേ, ഓറിയന്റേഷൻ തന്നു കഴിഞ്ഞാലും ആരെങ്കിലും ഒരാളൊരു ഓക്കെ ഇത് അല്ല ഇത് ചെയ്യുന്ന തെറ്റാണ്, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുതരാൻ ആരെങ്കിലും വേണ്ട. അങ്ങനെ ഒരാളുണ്ടായിരുന്നോ, അല്ല ആൾക്കാരുണ്ടായിരുന്നോ ലൈഫിൽ? അങ്ങനെ ഒരു ആളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, അങ്ങനെ ഒരാളിനെ കിട്ടിയത് ഐലാൻഡിൽ വന്നതിന് ശേഷം മാത്രമാണ്. എനിക്കൊരു മെന്റർ ഉണ്ടായിരുന്നു. ആൻഡ് ബിഫോർ ദാറ്റ് ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാൻ വളരെ സാധാരണ ഒരു ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അമ്മ അംഗൻവാടി ടീച്ചറാണ്. അപ്പം അച്ഛനും സാധാരണ അലൂമിനിയം ഫാബ്രിക്കേഷൻ ആയിരുന്നു ജോലി. ഇപ്പം മരിച്ചിട്ട് 3 ഇയേഴ്സ് ആവാനാകുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഫാമിലിയിലും അത്രയധികം ആരും ഇല്ല, ഗവൺമെന്റ് എംപ്ലോയീസോ ഒന്നുമില്ല, എല്ലാവരും സാധാരണ രീതിയിലൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പം എനിക്കങ്ങനെ ചെന്ന് ചോദിക്കാനൊന്നും ആരുമില്ല. എന്നാലും 10th കഴിഞ്ഞ സമയത്ത് അമ്മയുടെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു UPSCക്ക് വേണ്ടി. അപ്പം നമ്മൾ ആ ചേട്ടന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഇപ്പോ CAPFലാണ് വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട്. അപ്പൊ എന്നാലും പക്ഷെ അവരെയൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ലോങ് പ്രോസസ്സിൽ ക്ലോസ് ടു ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ഐലേണിൽ മെന്റർഷിപ്പ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ PCM കോഴ്സിന്റെ ഒരു മേജർ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെന്റർഷിപ്പാണ്. നമുക്ക് മന്ത്ലി സെഷൻസ് ഉണ്ട്, വീക്ക്ലി സെഷൻസ് ഉണ്ട്, 1-on-1s ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഞാൻ പ്രോപ്പർ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ ക്ലാസ്സസ് കുറച്ചധികവും ഓൺലൈൻ ആയിട്ടാണ് കേട്ടിട്ടുള്ളത്. ലൈവായിട്ട് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും ഹോസ്റ്റൽ അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഓൺലൈൻ ആയിട്ടാണ് ഞാൻ ക്ലാസ്സസ് ചെയ്തത്. ദെൻ ഞാൻ പാർട്ട് ടൈം ആയിട്ട് സൺഡേസിൽ നമുക്ക് PCM ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ സൺഡേസിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഇടയിൽ എനിക്ക് ഓഫ്ലൈൻ വന്ന് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഒരു മെന്ററിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയത്. അപ്പം വിഷ്ണു സാർ ആയിരുന്നു എന്റെ മെന്റർ ഐലാൻഡ് പ്രിലിംസിൽ. ഇപ്പൊ പ്രിലിംസിന്റെ സമയത്തായിക്കോട്ടെ, നമുക്ക് ആൻസർ സോൾവിങ് സ്കിൽസ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടും ടെസ്റ്റ് കഴിഞ്ഞിട്ടും സാർ നമ്മളെ വിളിച്ചിരുത്തി അനലൈസ് ചെയ്യും, ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. നമ്മുടെ ഒരു വീക്കർ സൈഡ് എന്താ, സ്ട്രോങ്ങർ സൈഡ് എന്താ, എല്ലാം സാർ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ പ്രിലിംസ് ആൽസോ സാർ മെയിൻസിന്റെ സമയത്തും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഇന്റർവ്യൂവിന്റെ സമയത്തും ഒക്കെയും സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം മെന്റർ സാർ ഒരു നല്ല ഫ്രണ്ടാണ്. യെസ്, ഐ തിങ്ക് അതിന്റെ ഒരു ടെസ്റ്റിമണി ആണ് ആര്യയുടെ റിസൾട്ട് വന്ന് അവിടെ ആദ്യം എത്തിയത് വിഷ്ണു ആയിരുന്നു. വെൻ റിസൾട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മെന്റർ വാസ് ഓൾസോ ദർ. പുറത്തുനിന്നുള്ള പലർക്കും അതിനെപ്പറ്റി ആ പ്രോസസ്സിനെ പറ്റി കറക്റ്റ് അറിഞ്ഞൂടാ. സോ യു വർ വെരി lucky to have a good mentor and everything, but it shouldn't be a matter of luck. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മെന്ററിനെ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ പുറത്തുള്ള ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പല സ്റ്റേജിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. യു ഗോട്ട് എ മെന്റർ ആൻഡ് ഹി ഹാസ് ഹെൽപ്ഡ് യു ഔട്ട്. ബട്ട് ജനറലി ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മെന്റർ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത്? ജനറലി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മെന്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് UPSCയുടെ ജേർണി അല്ലെങ്കിൽ ഈ ഒരു കോച്ചിങ് ജേർണി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടയറിങ് പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഒരുപാട് സെൽഫ് ഡൗട്ടും ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. നമ്മൾ തന്നെ ചിന്തിക്കും, ഓരോ ദിവസവും രാവിലെ എണീറ്റ് ഇന്ന് ക്ലാസ്സിന് കയറണോ, കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയാൽ പോരെ. അപ്പൊ ഒത്തിരി എല്ലാ ദിവസവും ഒരുപാട് ദിവസങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾ നമുക്ക് വയ്യാത്ത ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒക്കെ മെന്റർ ഉണ്ട്, ഇന്ന് മെന്റർഷിപ്പിന്റെ സെഷൻ ഉണ്ട്, എന്തായാലും അറ്റൻഡ് ചെയ്തേ പറ്റുമോ. അപ്പം ആ ഒരു ഫാക്ടർ എന്റെ ഉള്ളിൽ നിന്ന് എന്നോട് ഒരു ഇന്നർ വോയിസ് പോലെ പറയുന്നുണ്ടായിരുന്നു. ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ PG കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം 2023 സെപ്റ്റംബറിലാണ് ഞാൻ PG പാസ് ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് നവംബർ തൊട്ട് ഞാനൊരു സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്റെ ഫസ്റ്റ് കരിയർ ചോയ്സ് ആണ്. മീൻസ് ഫസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുക, ഫോർമൽ ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലാതെ പാർട്ട് ടൈം ആയിട്ട് ഒരുപാട് ട്യൂട്ടറിംഗ് ആണ് ഞാൻ കൂടുതലും പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺലൈൻ ട്യൂട്ടറിംഗ്, ഓഫ്ലൈൻ ട്യൂട്ടറിംഗ്, വീട്ടിലെ ഹോം ട്യൂട്ടറിംഗ്, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അതിനപ്പുറത്തേക്ക് ടീച്ചിങ് ഒരു കരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് ഫോർമലായിട്ട് എടുക്കുന്നത് PG കഴിഞ്ഞ സമയത്താണ്. PG കഴിഞ്ഞ സമയത്ത് എനിക്ക് UPSCക്ക് പോകണം തന്നെയായിരുന്നു. ബട്ട് ആ ഒരു സെപ്റ്റംബർ സമയത്ത് പോയി കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ട് മെയില് പ്രിലിംസ് എഴുതുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക്
ഒരു അറ്റംപ്റ്റ് വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഭയങ്കര ക്ലീൻ ആയിട്ട് പഠിച്ചിട്ട് ഒരു അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളതുണ്ടായിരുന്നു. വെദർ ഇറ്റ് ഇസ് ക്ലിയറിംഗ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത് മാറ്റർ ചെയ്യുന്ന കാര്യമില്ല, പക്ഷെ ഒരു അറ്റംപ്റ്റ് കൊടുക്കുന്നത് പഠിച്ചിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സെപ്റ്റംബർ ടു മെയ് ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ സിലബസ് എനിക്ക് അറിയാവുന്നത് കൊണ്ടും പഠിച്ചു തീരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ അപ്പോൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തില്ല. ഞാൻ PG ക്ക് പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അത് അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിയുന്നതും ഡിക്റ്റേറ്റ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. അപ്പം അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സപ്പോർട്ട് സിസ്റ്റം. UPSC എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ നമ്മൾ എവിടെ പഠിക്കണം, പിന്നെ ഇയാൾ പറയുകയും ചെയ്തു മര്യാദക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കയറണം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ബുക്കിൽ എഴുതി വെച്ചാണ് 4ാം ക്ലാസ് തൊട്ടുള്ള ഒരു മൊത്തം ഡ്രീം അക്യുമുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് നൗ യു ആർ അറ്റ് ദ പോയിന്റ് വെർ യു ഹാവ് ടു ചൂസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു നോ ഇസ്, ഇയാൾ ചൂസ് ചെയ്തതല്ല, ആര് ചൂസ് ചെയ്തതല്ല, ബട്ട് ജനറലി ഒരാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം? ഒരാളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് അവിടുത്തെ പ്രോഗ്രാം എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ച് ചോദിച്ചാലും നമുക്ക് അവർ ബ്രോഷർ അയച്ചു തരും. അപ്പൊ അത് വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകും അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വിളിച്ച് ക്ലാരിഫൈ ചെയ്താൽ മതിയാവും. അപ്പം അക്കാഡമിക് ആ ഒരു കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ടൈം, ഫ്ലെക്സിബിലിറ്റി, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഫീസിന് വർത്ത് ആണോ എന്നുള്ള കാര്യമായിരിക്കണം ഫസ്റ്റ് നോക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. ബിക്കോസ് ഞാൻ എല്ലാം കുറച്ച് കണക്ക് കൂട്ടി ചെയ്യുന്ന കണക്ക് കൂട്ടി ഡിസൈഡ് ചെയ്യുന്ന ഇതാണ്. ഐ മീൻ അങ്ങനത്തെ ഒരു വൈബാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അക്കാഡമിക് കോഴ്സ് എങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അപ്പോൾ കോഴ്സ് ഡിസൈൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും PCM കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് രീതിയിലായിരിക്കും. ചിലപ്പോൾ മെയിൻസിനുള്ള പോർഷൻസ് ആദ്യം പഠിപ്പിച്ച് കഴിയും, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പ്രിലിംസിന്റെ പോർഷൻസ് തുടങ്ങുക. ചിലയിടത്ത് പ്രിലിംസിൻ്റെതായിരിക്കും പ്രിലിംസിന് മുന്നേ വരെ പഠിപ്പിക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ മെയിൻസിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് അന്വേഷിച്ചു, അവരുടെ പേജസ് നോക്കിയിട്ടുണ്ട്, യൂട്യൂബ് നോക്കിയിട്ടുണ്ട്. ദെൻ റിസൾട്ട്സ് നോക്കിയിട്ടില്ല എന്നല്ല, റിസൾട്ട്സ് നോക്കിയിട്ടുണ്ട്. ബട്ട് റാദർ ദാൻ ദാറ്റ് ഞാൻ നോക്കിയിട്ടുള്ളത് ആ ഒരു കോഴ്സും ബാക്കി വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഐലേൺ ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഫീച്ചർ ഭയങ്കര ആയിട്ട് അതെന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആണ്. ബിക്കോസ് വൺസ് നമ്മൾ ഒരു ഐലാൻഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മൾ സർവീസിൽ കയറുന്നത് വരെയും ബാക്കി ഐലാൻഡ് ടെസ്റ്റ് സീരീസ് പ്രോസസ് എല്ലാം ഫ്രീ ആണ്. ഇത് ഒത്തിരി ആൾക്കാർക്ക് അറിയാത്തൊരു സാധനമാണ് കേട്ടോ. ഐ ഹാവ് ടു ടെൽ ഈവൻ എ ലോട്ട് ഓഫ് അലംനൈ ഓഫ് ഐലേൺ ഹു ഹാവ് ഗോൺ അബൌട്ട് ആൻഡ് ബാക്കിയുള്ളതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ദിസ് ഇസ് വെൻ യു സേ കണ്ടിന്യൂസ് സപ്പോർട്ട്, ഒരു വർഷത്തേക്കല്ല, നിങ്ങൾ സർവീസ് കയറുന്നിടം വരെയാണ്. അതായത് കണ്ടിന്യൂസ് സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നത്. അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വേറെ നോക്കുമ്പോഴത്തേക്കും വേറെ ഞാൻ ബ്രോഷേഴ്സ് ഒക്കെ നോക്കിയപ്പോഴും ഒരു വട്ടം നമുക്ക് എല്ലാം PCM എടുക്കുമ്പം എല്ലാം കൂടി അതിൽ ഇൻക്ലൂഡഡ് ആവും. പക്ഷേ അതിനിപ്പുറം നമ്മൾ വേറൊരു അറ്റംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ഫൈനാൻഷ്യലി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഫൈനാൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ആണ് ഞാൻ കോച്ചിങ്ങിന് പഠിച്ചത്. ബിക്കോസ് അമ്മയുടെ മുകളിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. സോ അതുകൊണ്ട് ഐലേൺ ചൂസ് ചെയ്തു. പിന്നെ ഐലേണിന്റെ കോഴ്സ് സ്ട്രക്ചർ ഞാൻ വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താ, വാട്ട് വാസ് ദ തിങ് ദാറ്റ് അട്രാക്റ്റഡ് യു ഇൻ ദ കോഴ്സ് സ്ട്രക്ചർ? ബിക്കോസ് ഇത് എടുത്ത് ചോദിക്കേണ്ട കാര്യം ഇയാൾ ഇതെല്ലാം ഭയങ്കര കണക്കൂട്ടി ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. സോ ഒബ്വിയസ്ലി ഒത്തിരി തോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോന്നും ഡിസൈഡ് ചെയ്തപ്പോൾ വാട്ട് അട്രാക്റ്റഡ് യു ഇൻ ടു അവർ കോഴ്സ്? വാട്ട് വാസ് ദ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഇൻ ആ കോഴ്സ്? സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ടൈംലി കംപ്ലീഷൻ ഓഫ് സിലബസ് ആണ്. ഇത് ഒത്തിരി ആൾക്കാർ വിചാരിക്കും അതെല്ലാരും ചെയ്യില്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ആക്ച്വലി ചെയ്യാറില്ല. അതുകൊണ്ടാണ് ടൈംലി കംപ്ലീഷൻ ഓഫ് സിലബസ് ആണ്. അതായത് നമ്മുടെ PCM കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഒരു ചെറിയ സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യുകയോ
ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിലാണ് എല്ലാ സബ്ജക്ട്സിലും ഈച്ച് ആൻഡ് ഓരോരോ ചെറിയ ചെറിയ സബ്ജക്ട്സിനും നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു, നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. സിലബസിലെ ഓരോ കീവേഡിനും നമുക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട്, ഒന്നും തന്നെ മിസ് ഔട്ട് ആക്കിയിട്ടില്ല. അപ്പം അത് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഐലാൻഡ് PCM കോഴ്സിനെ കുറിച്ച് എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു പോയിന്റും ആണ്. ഒത്തിരി എന്റെ ജൂനിയർ കുട്ടികളോടൊക്കെ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ചേച്ചി കോഴ്സ് എങ്ങനെയാണുള്ളത്. അപ്പൊ അവരോടെല്ലാം ഞാൻ ഇതാണ് പറയാറ്. ഇത് എടുത്തു പറയണം, കാരണം അറ്റ് സംടൈംസ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഐലേണിനെ പറ്റി പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഐലേണിനെ പറ്റി പറയുന്നുണ്ട്. ബിക്കോസ് ദ തിങ് ഇസ് ദറ്റ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സ്വകാര്യ അഭിമാനമാണ് എന്നുള്ളത്. ഷീ വാസ് ആബ്സല്യൂട്ട്ലി കമ്മിറ്റഡ് ടു ദാറ്റ് കോഴ്സ്. അതായത് ഐ തിങ്ക് ഷെഡ്യൂള് പോലും വേറെ ഒന്നും ഷെഡ്യൂള് പോലും ഞാൻ പണ്ട് തൊട്ടേ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്ന ഒരാളല്ല. അപ്പം എല്ലാരും വിചാരിക്കുന്നത് 10th ഫുൾ A+, 12th ഫുൾ A+, കൊച്ച് എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കും, അര മണിക്കൂർ 8 തൊട്ട് 8:30 വരെ ഇങ്ങനെ. ഞാൻ ഒരുപാട് ടൈം ടേബിൾസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ദിവസം പോലും വർക്ക്ഔട്ട് ആയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്നന്ന് പഠിച്ചു പോകും എന്നുള്ളതല്ലാതെ എനിക്ക് സമയം വെച്ചിട്ടുള്ള ഡെയിലി ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ടാസ്ക് ഒക്കെ ഇടയ്ക്കൊക്കെ എഴുതി വെക്കും, ഇടയ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യും, ഇടയ്ക്കൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല, ബട്ടൺ വരച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഷെഡ്യൂളിംഗ് അവിടെയാണ് ഇമ്പോർട്ടന്റ് ആകുന്നത്. ബിക്കോസ് നമുക്ക് ക്ലാസ്സസ്, ഞാൻ മെയ് ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു, അപ്പൊ നമുക്ക് ക്ലാസ്സസ് രാവിലെ തൊട്ട് ഉച്ചവരെയാണ്. രാവിലെ 9:15 ക്ലാസ് തുടങ്ങിയ 1:30 ആകുമ്പോഴത്തേക്കും കഴിയും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇരിക്കുക, 1:30 ആകുമ്പോഴത്തേക്കും അപ്പോഴേ ലാപ്ടോപ്പ് ഓഫ് ചെയ്യുക, ചോറഴിക്കുക, റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പത്രമൊക്കെ വായിച്ച് കുറച്ച് ശാന്തമായിട്ടിരുന്ന് പത്രമൊക്കെ, ഞാൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ പത്രമൊക്കെ വായിച്ച് പിന്നെ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കുക, എക്സ്ട്രാ എന്തെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ റെഫർ ചെയ്യുന്നത് നോക്കുക. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡെയിലി ഡേ പൊക്കോണ്ടിരുന്നത്, PCM ചെയ്യുന്ന സമയത്ത് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ യു ഡിഡ്ന്റ് ഹാവ് ടു മേക്ക് എനി അതർ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് UPSC പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 1 year ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കും ഒക്കെ ഉള്ളത്. അതായത് ഈ പോയിന്റിൽ ഞാൻ ഈ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ടെസ്റ്റ് എഴുതുന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഷെഡ്യൂളിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു ഷെഡ്യൂളിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഐലാൻഡ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എനിക്കത് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കങ്ങനെ എല്ലാവർക്കും അത് വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്കത് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്തിട്ടും ഉള്ളത്. ആ ഒരു ടൈം എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു. ബിക്കോസ് രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ്. ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്. ഞാൻ രാവിലെ എണീറ്റ് പഠിക്കുക എന്നുള്ളത് നടന്നിട്ടില്ലാത്ത കാര്യമാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത കാര്യമാണ്. ഞാനൊരു നൈറ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം ആഫ്റ്റർനൂൺ ആണ് ക്ലാസ്സസ് വരികയാണെങ്കിൽ പിന്നെ അതൊരു ടയറിങ് ആയിരിക്കും, രാത്രി വീണ്ടും ഇരുന്ന് പഠിക്കും. അപ്പം ഞാൻ നൈറ്റ് പേഴ്സൺ ആയതുകൊണ്ട് രാവിലെ ക്ലാസ്സസ് കഴിയും, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫ്രീ ആണ്. അപ്പം ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ അതേപോലെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു മെന്റർ ഒരു ക്ലാരിറ്റി തന്നിരുന്നു. അതായത് ഇന്നിപ്പോൾ പത്രം വായിച്ച് എല്ലാ ദിവസവും പത്രം വായിച്ചിരിക്കണം, എല്ലാ ദിവസവും ഇത്ര നോട്ട് ഉണ്ടാക്കിയിരിക്കണം, അങ്ങനെ ഒരു ക്ലാരിറ്റി ഒക്കെ മെന്ററിന് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാരിറ്റി ഒക്കെ മെന്ററിന് തരാൻ പറ്റിയിട്ടുണ്ട്, ഓറിയന്റേഷൻ സെഷനിലും തരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ ഒരു റുട്ടീൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞാൻ PG പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പം ഓപ്ഷണലിന് ഞാൻ സെപ്പറേറ്റ് കോച്ചിങ് എടുത്തിട്ടില്ല. ഓപ്ഷണൽ ഞാൻ സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ എനിക്ക് ഓപ്ഷണലിന് കുറച്ചധികം സമയം കൊടുക്കേണ്ടതുണ്ടായിട്ടുണ്ട്. സാറിന്റെ ഷെഡ്യൂൾ, സാറ് തന്ന ഒരു ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പല ഫീച്ചേഴ്സിനെയും പറ്റി പറഞ്ഞു. ഐ തിങ്ക് ഇത് ഇൻ്റർവ്യൂ ഗൈഡൻസിൻ്റെ പിയർ സാധനം ഈ ആര്യനെ ഞാൻ ഇപ്പം എന്താ പറയുക ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഗൈഡൻസ് പിയർ ഗ്രൂപ്പ് കൂടിയുള്ള മോക്സും സാധനമൊക്കെ. അപ്പൊ എല്ലാ ദിവസവും അവിടെ വന്ന് ഒരു പിയർ ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ്, ഐ തിങ്ക് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് എത്ര ആൾക്കാരൊക്കെ? 3 പേര് ക്ലിയർ ആയി. അതൊരു ഭയങ്കര മറ്റേ സക്സസ് റേറ്റ് ഓവർ ദ റൂഫ് ഓഫ് ദാറ്റ്. 4 ആൾക്കാരുള്ള പിയർ ഗ്രൂപ്പിൻ്റെ അകത്ത് 3 ആൾക്കാരാണ് ഇന്ന് സർവീസിൻ്റെ അകത്തുള്ളത്. ആൻഡ് ഇവര് ചെയ്യുന്ന സെഷൻസ് ആണെങ്കിലും ഐ തിങ്ക് ഭയങ്കര മറ്റേ വൈബ്രന്റ് എനർജി ഫിൽഡ് പിയർ ഗ്രൂപ്പ് സെഷൻസ് ആണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു വാട്ട് ഇസ് ദിസ് ഐഡിയ ഓഫ് എ പിയർ ഗ്രൂപ്പ് മോക്ക് ആൻഡ് ഹൗ ഹെൽപ്ഫുൾ വാസ് ഇറ്റ് ഫോർ യു? പിയർ ഗ്രൂപ്പ് മോക്സ് എടുത്ത് പറയേണ്ട കാര്യമാണ്. ബിക്കോസ് എനിക്ക് സ്റ്റഡി ഗ്രൂപ്പ്സ് വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സമയത്ത് ഞാൻ സെൽഫായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. വേറെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യും, അങ്ങനെയല്ല, അല്ലാതെ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്റർവ്യൂ ഗൈഡൻസിന്റെ സമയത്ത് ഐലാൻഡ് ഒരു മേജർ
പ്രോഗ്രാമാണ് പിയർ മോക്സ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് തരിക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പിയർ ഗ്രൂപ്പിൽ നമ്മൾ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഡാഫ് ഫുള്ള് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഗ്രില്ല് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്യാതെ ഓരോ ദിവസവും ഓരോരുത്തരോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്, അത് മാത്രമല്ല ജനറൽ ആയിട്ട് ഇപ്പം ഇന്റർവ്യൂ ഗൈഡൻസ് സമയത്ത് നമുക്ക് കേരളത്തിനെ കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ കേരളത്തിനെ കുറിച്ച് നമ്മള് 3 പേരും ട്രിവാൻഡ്രം, ഒരാൾ ആലപ്പുഴയാണ്. അപ്പൊ ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പിയർ മോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് UPSC ഇന്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതൊരു ഭയങ്കര, ഐ മീൻ കമോൺ, നമ്മൾ പിയർ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും, പക്ഷേ മാത്രമല്ല നമ്മുടെ പിയർ മോക്സ് ഗ്രൂപ്പ്സിലുള്ള എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം അതൊരു പ്രോബബിലിറ്റി ഗെയിം ആണോ? അങ്ങനെ ക്വസ്റ്റ്യൻസ് വെച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്ത്. വെരി നൈസ്. എനിക്കൊരു ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവും കഴിഞ്ഞ് നൗ വൺ തിങ് ദറ്റ് ഐ വോണ്ട് ടു ആസ്ക് ഇസ്, സോ ഇതൊന്ന് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം എന്ന് പറയുന്നത് ഓൾറെഡി ഭയങ്കര നമ്മളെ എന്താ പറയുക ഊറ്റിയെടുക്കുന്ന ഒരു എക്സാമാണ്. അതായത് നമ്മളെ മറ്റേ ചോര നീരാക്കി എന്നൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന ഒരു എക്സാമാണ്. അതിൻ്റെ ഒരു പ്രൈമറി റീസൺ ഇസ് ഓൾറെഡി കുറേ പഠിക്കാനുണ്ട്, അതൊരു സൈഡ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ഇസ് ഇത് നമ്മുടെ എല്ലാ വൾണറബിലിറ്റിനെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു പരീക്ഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ഇത് ആംപ്ലിഫൈ ചെയ്യും. ചെറിയ തോതിൽ ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് ഇതിനെ ഒരുമാതിരി മറ്റേ ഫുൾ ബ്ലോൺ പാനിക് അറ്റാക്ക് ആക്കി മാറ്റും. അങ്ങനെ എല്ലാ ചെറിയ നമുക്കുണ്ടാവുന്ന വൾണറബിലിറ്റികളെയും പുറത്ത് കൊണ്ടുവന്ന് അതിനൊരു ഫുൾ ഫോമിലേക്ക് ആക്കുന്ന ഒരു പരീക്ഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെയെല്ലാം ഇത് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ നമ്മളാണ് ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടത്. ഈ പരീക്ഷയുടെ സ്ട്രക്ചറും പരീക്ഷയുടെ ഒരു എന്താ പറയുക, അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, ഹാവ് യു ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്? അതായത് ദ മെൻ്റൽ സ്ട്രെസ് ഓഫ് ദിസ് എക്സാം ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട് ടു ഡീൽ വിത്ത് എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വാട്ട് വാസ് യുവർ ഫീലിംഗ്? ലൈക്ക് എങ്ങനെ ഞാൻ ഇതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. മെന്റൽ സ്ട്രെസ് എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് തുടങ്ങിയതാണ്. അപ്പം അവിടെ തന്നെ നമ്മൾ രണ്ടാമത് തിങ്ക് ചെയ്യേണ്ട ഒരു ഇത് വരും. ഇപ്പൊ UPSC അല്ലെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ, മന്ത്ലി സാലറി കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തിങ്ങിൽ നിന്നും ഇനി 1-2 വർഷത്തേക്ക് ശമ്പളം ഒന്നും ഉണ്ടാവില്ല. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. അപ്പം അത് മാത്രല്ല, എന്റെ എക്സ്പെൻസസ് ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ട് എന്റെ എക്സ്പെൻസസ് ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു മീറ്റ് ചെയ്തിരുന്നത്. വൈഫൈ, ന്യൂസ് പേപ്പർ, എക്സ്പെൻസസ് എല്ലാം തന്നെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇതിലാണ് എനിക്ക് കൂടുതലും സ്ട്രെസ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു ഓർഡിനറി ഫാമിലിയിൽ നിന്നാണ് ഞാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ പുതിയ ലോണൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് വീണ്ടും സ്ട്രെസ് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ അത് ഒരു പോയിന്റ് ആണ്. പിന്നെ മാത്രല്ല, ഞാനിങ്ങനെ ബസ്സിലൊക്കെ വരുമ്പോ സെൽഫ് ഡൗട്ട് ഒക്കെ എടുത്ത് കരഞ്ഞെടുത്ത് ബസ്സിലൊക്കെ വരുമ്പോ ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിന്ന് ഇവിടെ എത്തി PCM ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെന്റർഷിപ്പ് സെഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രെസ്സിനപ്പുറം എനിക്ക് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ വീക്കിലും ഐലേണിൽ PCM ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി പ്രിലിംസ് ടെസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ബസ്സിൽ ഇരുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ബസ്സിൽ നിൽക്കുമ്പോഴേക്കും ഫോണിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടാവും. അപ്പം സിറ്റുവേഷൻസ് ഡസന്റ് മാറ്റർ. എനിക്ക് സിറ്റുവേഷൻസ് കെയർസ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ആരും നോക്കിയാലും അല്ലെങ്കിൽ കാര്യമില്ല, ഞാനിങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് കറണ്ട് അഫയർ ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി എനിക്ക് ബസ്സിൽ പഠിക്കുന്നതിന് ഇതൊക്കെ ഉണ്ടായിരുന്നു. സീറ്റ് കിട്ടിയാൽ എങ്ങനെ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ. പിന്നെ കൂടുതൽ സമയം ബസ്സിലിരുന്ന് ഉറങ്ങി തീർത്തിട്ട് വീട്ടിൽ പോയിട്ട് പഠിക്കാൻ, ഹാപ്പി ആയിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ. സോ യു ഹാഡ് യുവർ ഓൺ വേസ് ഓഫ് ഡീലിംഗ് വിത്ത് ദ സ്ട്രെസ് ഓഫ് UPSC ജേർണി കുറെ അധികം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ കംഫർട്ടാണ്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. Now coming to the one major question that a lot of people would want to know, you've cracked it in the first attempt.
ഓക്കെ. ആൻഡ് ഞാനിപ്പോ മെന്റൽ സ്ട്രെസ്സിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ, പിന്നൊരു മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നത് ഇപ്പം കുറെ നാളായി PSC എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ എൻ്റെ 19 വയസ്സ് തൊട്ടങ്ങാണ്ട് PSC എക്സാംസ് എല്ലാം വരുന്നു, അപ്ലൈ ചെയ്യുന്നു, എക്സാം എഴുതാൻ പോകും. പക്ഷെ ഇന്ന് വരെ ഞാൻ PSC എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ പോലും ഇല്ല. അപ്പം ഓരോ തവണയും PSCയുടെ പ്രിലിംസ് പാസ്സാവുമ്പോഴത്തേക്കും മെയിൻസ് കിട്ടില്ല. മെയിൻസിന്റെ കട്ട് ഓഫ്, ഫൈനൽ കട്ട് ഓഫ് ഭയങ്കര മൈന്യൂട്ട് മാർക്കിന് 0.5-നും 0.2-നും ഒക്കെ മിസ് ആയിട്ടുണ്ട്. അപ്പൊ പ്രിലിംസിന്റെ PSC കട്ട് ഓഫ്സ് ഭയങ്കര ചെറിയ പോയിന്റ്സിന് മിസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് PSC ഒക്കെ പഠിക്കുന്നവരോടൊക്കെ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് വിധിച്ചിട്ടുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ 1-2 SSC എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ അവരെന്നെ റിജക്ട് ചെയ്തു. അത് കോവിഡ് ടൈമിൽ സംഭവിച്ചതാണ്. എന്തോ മെഡിക്കൽ അല്ല, ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്ത റീസൺസ് ആണ്. പക്ഷെ ഞാൻ അവരെ എൻക്വയറി ചെയ്ത സമയത്ത് അവർ അതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് എന്തോന്നറിയില്ല. പിന്നെ വേറെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയിൽ ഒരു പോസ്റ്റിന്റെ ഇന്റർവ്യൂവിന് പോയിട്ട് അത് ക്ലിയർ ആയില്ല. SSCയുടെ വേറെ ഫിസിക്കൽ GD കോൺസ്റ്റബിളിന്റെ ഫിസിക്കലിന് പോയിട്ട് ഫിസിക്കലി കിട്ടിയില്ല. അങ്ങനെ റെയിൽവേയിലും RPF-ലും ഫിസിക്കലിന് പോയില്ല. അങ്ങനെ ഒരുപാട് എക്സാംസ് ഇങ്ങനെ ക്ലിയർ ആവാതിരിക്കുമ്പോഴൊക്കെയും എല്ലാവരുടെയും ചോദ്യം ഫേസ് ചെയ്യുക. ഇപ്പൊ റിലേറ്റീവ്സ് ആയാലും നെയ്ബേഴ്സ് ആയാലും ചോദ്യം ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇപ്പൊ മാരേജ് ആ ഒരു സൈഡിൽ, ഫാമിലി സൈഡിൽ സെറ്റിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ആ ഒരു സൈഡിൽ സെറ്റിൽ ആയിട്ടുണ്ടാവും. നമ്മളിപ്പോഴും പഠിച്ചോണ്ടേ ഇരിക്കുന്നു, ആ ഒരു ഇൻ ദ മിഡിൽ നിൽക്കുകയാണ്. അപ്പൊ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോ നീ ഇപ്പോഴും പഠിക്കാണല്ലേ ആ ഒരു ചോദ്യം. പിന്നെ ജോലി ആയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒത്തിരി നേരിട്ടിട്ടുണ്ട്. അതിപ്പോ കോച്ചിങ്ങിന്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം അന്നൊന്നും പറയാൻ എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. UPSC കോച്ചിങ്, അത് ആ ഒരു എന്റെ UPSC ആണ് എനിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10th ആ ഒരു ബോൾഡ് ഡിസിഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ടീച്ചിങ് ആണല്ലേ, അപ്പൊ UPSCക്ക് പോകുന്നില്ലേ, ജോലി റിസൈൻ ചെയ്ത് പോകുക, അത് റിസൈൻ ചെയ്തില്ലേ, എന്തിനാ റിസൈൻ ചെയ്തേ, അതിന്റെ കൂടെ പഠിച്ചു പോയാൽ പോരായിരുന്നു. അപ്പോ ഐ തിങ്ക് ദാറ്റ് brings me to my actual next question. Have you ever felt that this exam is a little bit at least more difficult for women എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ന് വിമൻസ് ഡേ ആണ്, വളരെ നല്ല ദിവസമാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ. നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മോർ ഡിഫിക്കൽട്ട് വിമൻ ആസ് എ വിമൻ എനിക്ക് അങ്ങനെ എൻ്റെ കേസിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ എക്സാമിന്റെ സ്ട്രെസ് മാത്രമല്ല ഡീൽ ചെയ്യേണ്ടത്, നമ്മൾ വളരെയധികം മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള സ്ട്രെസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പ്രിപ്പറേഷൻ സമയത്ത് കംപ്ലീറ്റ്ലി സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഫുൾ പ്രയോറിറ്റിയും ഫോക്കസും ഒക്കെ ഇതിൽ മാത്രമായിരുന്നു. ഇപ്പൊ ഫാമിലിയിലുള്ള മാരേജസ്, അങ്ങനത്തെ ഫങ്ഷൻസ്, ഇവന്റ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ഇവന്റ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫൈനലി അതിനൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ പിന്നെ കുറെയൊക്കെ മെന്റൽ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു പോയിന്റും ഉണ്ടായിരുന്നു. ബിക്കോസ് ചെറുതിലെ തൊട്ടേ എനിക്ക് ഒത്തിരി ബോഡി ഷെയ്മിങ്, ഇൻസെക്യൂരിറ്റീസ്, അങ്ങനെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്. എല്ലാവരും വന്നിട്ട് സുഖാണോ എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിക്കുന്ന വീട്ടിലൊന്നും കഴിക്കാൻ തരില്ലേ, ഒന്നും കഴിക്കാറില്ലേ, കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വളരെ ക്ലോസ് ടു നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ. അപ്പം ആ ഒരു ഇത് ബോഡി ഷെയ്മിങ് പണിഷബിൾ ഒഫൻസ് ആണ് ഇന്ന് എനിക്കറിയാം. ഇന്ന് എന്നോട് ചോദിക്കുന്നവരോട് ഞാനത് പറയാറുണ്ട്. പക്ഷെ അന്ന് ആ ഒരു ചെറിയ കുട്ടിയോട് ഇത് ചോദിക്കുമ്പോൾ അത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. Got it. So I think specifically coming to women in the UPSC exam, how do you, like, we already know it is going to be a little bit കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൾട്ടി ഡയമെൻഷണൽ സ്ട്രെസ്സുകൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ കൂടെ ദർ ഇസ് ഓൾവേസ് ദ സോഷ്യൽ പ്രഷർ ഓഫ് ഗെറ്റിംഗ് മാരീഡ്, അച്ചീവിങ് യുവർ മൈൽ സ്റ്റോൺസ്, മറ്റേ കല്യാണം, കുട്ടി, ഇങ്ങനെ കുറേ സാധനങ്ങൾ അതും പറയുന്നുണ്ട്. സോ ഇതിൻ്റെ കൂടെയാണ് പലരും പഠിക്കാൻ വേണ്ടി നോക്കുന്നത്. എനിക്ക് ചോദിക്കേണ്ടത് ഇതിൻ്റെ ഒരു മറ്റേ സൈഡാണ്. അതായത് ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് ഓക്കെ ബീയിങ് ഇൻ ദിസ് ജേർണി, do you have കുറേ കാര്യങ്ങളിൽ as women we do have a clarity of thought on different things. As a woman, has it come into advantage in this exam? ഏതെങ്കിലും സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ പ്ലാനിങ്ങിലോ ഷെഡ്യൂളിങ്ങിലോ എവിടെയെങ്കിലുമൊക്കെ has that been of advantage? Because I think that is going to be more motivating for women to come into service. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഞാൻ കണക്ക് കൂട്ടി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ
ആ ഒരു തോട്ട്, ക്ലാരിറ്റി ഓഫ് തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ഇറ്റ് ഡസൻ മാറ്റർ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അത് വിഷമം ഉണ്ടാക്കുമെങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ ആറ്റിറ്റ്യൂഡ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലും. ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഉള്ളത് കൊണ്ട് ഇറ്റ് ബീൻ പോസിറ്റീവ് for you as a to be a woman and to be into this thing. ഇപ്പൊ നമ്മൾ റിസൾട്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ 958 ഓൺലി 299 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ സിലക്ടഡ്, 659 മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോ എമംഗ് ദി 299 ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഞാൻ ആ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അത്രയധികം ഒരു ഹാഫോളം ഡിഫറൻസ്, more than half difference ആണത്. more than half difference ആണ്. So I think more women should maybe come into service on that. Yes. Then moving on to എന്താ പറയാ, your first attempt journey. അതായത് a lot of people find it difficult. ഒരു 3-4 attempt എടുത്തിട്ടും ക്ലിയർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്ന ഒരു സാധനമാണ്. But first attempt you have cleared it. First thing is, how did you do it? In first attempt തന്നെ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, പഠിച്ചിട്ട് ഒരു അറ്റംപ്റ്റ് കൊടുക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ വന്ന് പോസ്റ്റ് ഇട്ടിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. ഇൻസ്റ്റഗ്രാം ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യും, മാഡം വീണ്ടും വന്നോ, മാഡം വീണ്ടും വന്നോ, വീണ്ടും പോയോ എന്നൊക്കെ. അപ്പം അങ്ങനെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ എയിം ഇതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എയിമിനെ ഫോക്കസ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു എൻ്റെ സ്റ്റഡീസിൽ. ഡിഗ്രി PG അങ്ങനെയല്ല, എൻ്റെ UPSC സ്റ്റഡീസിൽ ഞാൻ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്നത്രയും തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. PCM ചെയ്യുന്ന സമയത്ത് കൂടി, ബിക്കോസ് നമുക്ക് ഒത്തിരി റെഫർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് NCERT ബുക്സ് ആയിരുന്നു ഞാൻ അവിടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ NCERT ബുക്സ് ഒക്കെ എനിക്ക് തറവായിരുന്നു. അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പൊ പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിലും എനിക്കതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ദീസ് ആർ ഓൾ ദി തിങ്സ് ദാറ്റ് മേ ബി ഹെൽപ്ഡ് യു ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക്, മേ ബി അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നതാണ്. ഒത്തിരി ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഭയങ്കര ഒരു ഡിജിറ്റലി ഇന്റർകണക്റ്റഡ് വേൾഡിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി സോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് പോലും പ്രിപ്പയർ ചെയ്യും. ഇപ്പം വർക്കിംഗ് പ്രൊഫഷണൽസിനും എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അങ്ങനെ സോഴ്സസിന്റെ അവൈലബിലിറ്റിയിൽ നിന്നും നമുക്ക് എന്താ വേണ്ടത് എന്ന് നമ്മൾ ചൂസ് ചെയ്യുക. ഭയങ്കര സെലക്റ്റീവ് ആയിട്ടിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അത്രയും സെലക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി കറണ്ട് അഫയറിന്റെ ചോദിക്കാൻ വേണ്ടി വന്ന സാധനമാണ്. പറഞ്ഞോളൂ. കറണ്ട് അഫയറിന്റെ കാര്യത്തിലൊക്കെയും ഞാൻ അത്രയും സെലക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കറണ്ട് അഫയറിന് എല്ലാവരും ഒരുപാട് ലോങ് പേജസ് ഉള്ള മാഗസീൻസ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും വായിച്ചു തീരില്ല. ആ വായിച്ചു തീരാത്ത മാഗസീൻസ് എന്തിനാണ് ഡൗൺലോഡ് ചെയ്ത് ഫോണിന്റെ സ്റ്റോറേജ് സ്പേസ് കളയുന്നത്? കറണ്ട് അഫയറിന് ഞാൻ പഠിച്ചത് ഡെയിലി ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ശീലമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പേപ്പർ വായിക്കാൻ ശ്രമിക്കുമായിരുന്നെങ്കിലും ഡിഗ്രിയുടെ ഒരു വേ ഓഫ് സ്റ്റഡി, ആ ഒരു സ്ട്രക്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാൻ പഠിച്ചത് കോവിഡ് 2018-19 ഫ്ലഡ്സിൻ്റെ ഒക്കെ സമയത്തായിരുന്നു. അപ്പം നമുക്ക് ഫുൾ എക്സാംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക, റീഷെഡ്യൂൾ ചെയ്യുക, ഒരുപാട് അൺസർട്ടനിറ്റി ഒക്കെ ഉള്ള സമയത്താണ് ഡിഗ്രി പഠിച്ചത്. അപ്പം അപ്പോഴൊന്നും എനിക്കങ്ങനെ കണ്ടിന്യൂസ് അതൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ബട്ട് ഫ്രം ദ ഡേ ഓൺ വെൻ ഐ ജോയിൻഡ് ഐലാൻ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ ഒരു 2 hour 3 hour ഒക്കെ എടുക്കും നമ്മൾ ലാംഗ്വേജ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട്. ബട്ട് അത് നമ്മൾ എത്ര അധികം കട്ട് ഷോട്ട് ചെയ്ത് നമ്മുടെ ഒരു 45 minutes അല്ലെങ്കിൽ വിത്തിൻ 1 hour പത്രം വായിച്ച് തീർക്കുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഐലാൻഡ് വൈകിട്ടുള്ള ക്വിസസ്, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ക്വിസസ് ഉണ്ട്. ചായ് പേ ക്വസ്റ്റൻ എന്നാണ് ആ സെഷൻ കാനയുടെ ഒരു ഭയങ്കര ഫാനാണ്. പിന്നെ കാന സെഷൻസ് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. എന്താണ് കാന? പുറത്തുള്ളവർക്ക് അത് അറിയുന്നുണ്ടാവില്ല. എന്താണ് കാന? കാന റെഫേഴ്സ് ടു കറണ്ട് അഫയേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പർ അനാലിസിസ് എന്നാണ്. അപ്പം എല്ലാ സാറ്റർഡേയ്സും ആണ് നമുക്ക് കാന ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ കറണ്ട് അഫയർ, ആ ഒരു വീക്കിലെ കറണ്ട് അഫയർ, ഫിലിം സ്പെസിഫിക് ആയിട്ടുള്ളതും മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ളതും കവർ ചെയ്യും. അപ്പം ഇജാസ് സാറിന്റെ സെഷൻസ്
ഉണ്ടായിരുന്നു. ജസർ മെയിൻസിൽ നമ്മളെ കൊണ്ട് ആൻസർ ഒക്കെ എഴുതിപ്പിക്കുമായിരുന്നു ക്ലാസ്സസിൽ തന്നെ. അപ്പൊ അതൊക്കെ ഞാൻ വീട്ടിൽ ഇരുന്ന് എഴുതുമായിരുന്നു. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കറണ്ട് അഫയർ പഠിച്ചത് ഡെയിലി ന്യൂസ് പേപ്പർ പഠിക്കുമായിരുന്നു. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റോ എക്സാമ്പിൾസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കും എന്നല്ലാതെ വേറെ അധികം സ്പെസിഫിക് നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല. ദെൻ സാറ്റർഡേസിലുള്ള കാന ക്ലാസ്സസിന്റെ നോട്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുന്ന ഒരു സാധനം ഒരു കറണ്ട് അഫയർ മാഗസിൻ പോലും വായിക്കാതെയാണ്. rather than കാന വേറെ മാഗസിൻസ് വായിച്ചിട്ടില്ല. കാനയാണെങ്കിൽ ഞാൻ അങ്ങനെ മന്ത്ലി മാഗസിൻസ് വായിക്കുന്നത് കുറവായിരുന്നു. ടെസ്റ്റിന്റെ ഒക്കെ സമയത്ത് ബസ്സിൽ വരുമ്പോൾ വായിക്കുന്നതായിരുന്നു ഞാൻ കാന. അല്ലാതെ വേറെ അധികം കറണ്ട് അഫയർ മാഗസിൻസ് ഒന്നും തന്നെ ഞാൻ വായിച്ചിട്ടില്ല. മെയിൻസിന്റെ സമയത്തും നോക്കിയിട്ടില്ല, ഫിലിംസിന്റെ സമയത്തും വേറെ നോക്കിയിട്ടില്ല. ഈ ക്ലാസ്സസ് അല്ലാതെ ക്ലാസ്സസ് ആയിരുന്നു ഞാൻ ഫുള്ളി റിലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഐ ലേൺഡ് കറണ്ട് അഫയറിന് നമുക്ക് കഴിഞ്ഞ വർഷം 3 സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫയർ ടെസ്റ്റ് ഉണ്ടായിരുന്നു IPTSന്റെ ഭാഗമായിട്ട്. IPTS മീൻസ് ഇന്റഗ്രേറ്റഡ് ഫിലിം. അപ്പോൾ ആ 3 ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. മാർക്കൊക്കെ കുറവായിരിക്കും, ബട്ട് നമ്മൾ ആ 3 ടെസ്റ്റും അതിന്റെ ആൻസർ കീസും വൃത്തിയായിട്ട് പഠിച്ച കറണ്ട് അഫയർ സെറ്റ് ആയിരുന്നു. എന്റെ കറണ്ട് അഫയർ സെറ്റ് ആയിരുന്നു. ഞാൻ വേറെ എക്സ്ട്രാ എഫേർട്ട് അതിന്മേൽ എടുത്തിട്ടില്ല. ബിക്കോസ് ഒരുപാട് പേർക്കും സമയം പോകുന്നത് കറണ്ട് അഫയർ തീരുന്നില്ല, എങ്ങനെയാ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കുക എന്നുള്ളത്. അതൊരു പോയിന്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ. rather than സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനപ്പുറം നമ്മള് കറണ്ട് അഫയറിന്റെ പുറകെ പോകുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഇതിലേക്ക് വരുന്നവരോടൊക്കെയും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സെലക്റ്റീവ് ആയിട്ട് ചൂസി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. Okay, I think we are reaching towards the end of the conversation at this point. So, Arya, these are few things that, enda paraya, you worked, you were a teacher, and then you've resigned that job, but then again പഠിക്കാൻ തുടങ്ങിയപ്പോൾ you did part-time jobs. A lot of working professionals always think about ഈ പ്രിപ്പറേഷനിലേക്ക് അവർക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അവരോട് എന്താ പറയാനുള്ളത്? വർക്കിംഗ് പ്രൊഫഷണൽസിനോട് പറയാനുള്ളത്, ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷേ then you got back to part-time jobs. So then part-time jobs ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ രീതിക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് ക്ലാസ്സസ് കിട്ടും. ബിക്കോസ് ഓൺലൈൻ ഒക്കെ ഒരുപാട് ബാച്ചസ് ഐലേൺ ആയാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി അധികം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം AI-യുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ്. വിത്തിൻ നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട് അത്. അപ്പൊ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ഇപ്പം വർക്കിംഗ് പ്രൊഫഷണൽസിന് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസിബിൾ ആണ്. Yes, okay, very interesting. And then now this last part is just think of it like one rapid fire, okay? So again, I think നമ്മൾ അന്ന് ചെയ്ത പോലെയാണ്. So I'll say words. I just want you to see what is the first thought that comes to your mind, okay? So let's start. Yes. Yeah, okay. UPSC. Oh. One word, any one word. Uncertainty. Uncertainty. Result. Again uncertainty. I learn. Family. Okay, this is one common answer we get from everyone at this point. I learned one thing is either support or family. I think support, family support system is major. Support is also another word. Rather than support, interview guidance ന്റെ സമയത്ത് നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. ഫാക്കൽറ്റീസ് ആയാലും. Yeah. Then coming to, this is one question that everyone gets this. So Mussoorie. Dream come true moment. Okay, I think this is a good place to maybe stop our conversation. So we are so proud of you, Arya. Thank you. And എന്താ പറയാ, നമ്മുടെ കുട്ടിയാണ്. നമ്മുടെ ക്ലാസ്സിലിരുന്ന് നമ്മുടെ മെറ്റീരിയൽ പഠിച്ച് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് പാസ്സായി നമ്മുടെ മെൻറ്ററിൻ്റെ കൂടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് സാധനങ്ങൾ ചെയ്ത് പാസ്സായ കുട്ടിയാണ്. വി ആർ സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ ഹോപ്പ് എന്താ പറയുക, ആര്യയുടെ ഈ ജേർണിയിൽ ഒരു ഭാഗമാവാൻ വേണ്ടി പറ്റിയതിൽ അതിലുണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ടേൺ ഔട്ട് ടു ബി ഇതേപോലെ ചിരിച്ച് ആൾക്കാരുടെ മനസ്സുകൾ കീഴടക്കി എന്താ പറയുക ഒരു അടിപൊളി ഓഫീസറും കൂടെ ആയി മാറട്ടെ എന്നുള്ളത്. So thank you for spending your time with us. Thank you, Arya. Thank you. Yes.